പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം എന്റെ ഒരു റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിവിഷണൽ സെയിൽസ് മാനേജറാണ്. നമുക്ക് അറിയാലോ 6ാമത്തെ റാങ്കിൽ കിട്ടുന്ന 50,000 രൂപയാണ് കമ്പനിക്ക് തരാൻ പറ്റൂ അല്ലെ. അപ്പൊ ആ റിവാർഡ് എന്നുള്ള രീതിക്ക് ഞാനത് വാങ്ങിച്ചെടുത്തു എന്നുള്ളത് എനിക്ക് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം എല്ലാവർക്കും റിവാർഡ് ആ ഒരു കാറ്റഗറിയിലേക്ക് ആ ഒരു റാങ്കിലേക്ക് എത്തിക്കഴിയുമ്പോൾ ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും. അപ്പോഴാണ് നമുക്ക് അറിയുന്നത്. പക്ഷെ ഇവിടെ എനിക്ക് എന്താ ഒരു ഭാഗ്യം ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഇതിനു മുന്നിലുള്ള പല ഫംഗ്ഷനുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ച് റൈഡർ ഫണ്ട് കൊടുക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി അല്ലെ. ബോച്ചെ നമ്മുടെ കമ്പനിയുടെ ചെയർമാനായ ബോച്ചയിൽ നിന്ന് ലൈവായിട്ട് വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഞാനാണെന്ന് തോന്നുന്നു അന്തം വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഏത് ആളുകളെ നോക്കണം, ഏത് ക്യാമറയെ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ ഒരു നമ്മൾ കിളി പോയ അവസ്ഥ, ആകെ ടെൻഷൻ. കാരണം രഞ്ജിനി ഹരിദാസ് ആണ് മാസ്റ്റർ ഓഫ് സെറമണി എന്ന് അവിടെ അവതരിപ്പിക്കുന്നത്. അങ്കമാലി അത്ലറ്റിക്സിൽ വെച്ചിട്ടാണ് എനിക്ക് ഈ ഒരു അവാർഡ് കിട്ടിയത്. അപ്പൊ അന്നത്തെ ആ ഒരു 50,000 റൈഡർ ഫണ്ട് എന്നുള്ള ആ ഫണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോ അടുത്തതായി ഷീന പാലക്കാട് എന്നാണ് അനൗൺസ്മെന്റ് വന്നപ്പോ ഞാനാകെ കോരിത്തരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇനി ഒരു 50 ലക്ഷം വാങ്ങിക്കുമ്പോൾ പോലും എനിക്ക് ഇത്രയ്ക്കുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ അതിശയോക്തി ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. കാരണം അത്രയ്ക്കും സന്തോഷത്തിന് ഇനി പറയാനില്ല, വാക്കുകളില്ല. അത്രത്തോളം ഉള്ള ഒരു സംഭവമായിരുന്നു എനിക്ക് അന്നത്തെ ആ ഒരു റൈഡർ ഫണ്ട് എന്നുള്ളത്. അതുപോലെ നമ്മൾ പറയാറുണ്ട് അല്ലെ, കമ്പനി ഒരു ദിവസം 2,000 രൂപ മുതൽ 30,000 രൂപ വരെ വാങ്ങിക്കാൻ കഴിയുമെന്ന് കമ്പനി പറയാറുണ്ട്. ഞാൻ അതും ഒരു വട്ടം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്നാലും അത് ഞാൻ ചെയ്ത് നോക്കി. ആ ഒരു വട്ടത്തിലൂടെ ഞാൻ DSM ആയത്. അതുപോലെ എന്റെ ടീമിലെ വേറെ 2 പാർട്ട്നേഴ്സിനെ എനിക്കിത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. എന്റെ സഹോദരിക്ക് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ 1 ഡേ 30,000 എന്നുള്ള സീലിംഗ് അച്ചീവർ കൂടെയാണ്. അത് എനിക്ക് ഈ ഒരു വേളയിൽ എനിക്ക് നിങ്ങളുടെ മുന്നേ അഭിമാനപരമായിട്ട് പറയാനായിട്ട് കഴിയുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ പറയാലോ, ഫിജി കാർഡ് എന്നുള്ള ഡിവിഷണൽ സെയിൽസ് മാനേജർ ആകുമ്പോൾ നമുക്കൊരു 6 ലക്ഷം രൂപയോളമൊക്കെ വാങ്ങിക്കാൻ കഴിയും. ഇപ്പൊ ഞാനൊരു DSM കഴിഞ്ഞിട്ട് ഒരു വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു 7-7.5 ലക്ഷം രൂപയോളം എനിക്ക് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം, ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായ സംഭവമല്ല. പക്ഷെ ഞാൻ എന്നുള്ള വ്യക്തിനെ ഫിജി കാർഡിലേക്ക് എത്തിപ്പെട്ടത് കൊണ്ടും മാത്രമാണ് എനിക്ക് ഇന്ന് ഈ ഒരു വീട് വെക്കാനൊക്കെ. ഞാനൊരു സൈക്കിൾ പോലും വാങ്ങിക്കാത്ത വ്യക്തിയാണ്. എന്നോട് എന്തോരം ആളുകൾ ചോദിച്ചിട്ടുണ്ട്, നീ എനിക്ക് എന്ത് കിട്ടി, ഞാൻ കളിയാക്കപ്പെട്ടിട്ടുണ്ട്, എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്, ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, വേദനകളുടെ കൂമ്പാരങ്ങൾ തുരുതുരാന്ന് വന്നിട്ടുണ്ട് എന്റെ മുന്നിലേക്ക്. പക്ഷെ ഞാൻ ഒരിക്കലും തളർന്നിട്ടുമുണ്ട്. ഞാൻ തളർന്നിട്ടില്ല എന്ന് ഒരിക്കലുമില്ല. എത്രയോ വട്ടം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഫിജി കാർഡിലില്ല എന്നുള്ളത്. പക്ഷെ ഇന്ന് രാത്രി കരഞ്ഞ് അത്രയും ഞാൻ ഇതോടുകൂടെ അവസാനിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ കിടന്നുറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ മനസ്സ് എന്നോട് പറയും, ഷീന നീ തളരരുത്, നീ വേണം നിന്റെ വീട്ടിലൊരു വഴിവിളക്കായിട്ട് നീ വിജയിച്ച് കാണിക്കുക എന്നുള്ള ആ ഒരു സംഭവം എന്നിലേക്ക് തന്നെ അല്ലെ, എന്റെ മനസാക്ഷി എന്നോട് തന്നെ സംസാരിക്കുന്ന സമയം ഞാൻ പൂർവാധികം ശക്തിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫെബ്രുവരി 6-ാം തീയതി ആയിരുന്നു പാലുകാച്ചൽ സെറമണി. അതുപോലെ ഫംഗ്ഷൻ ഇതുപോലെ മാർച്ച് 1-ാം തീയതി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഫെബ്രുവരി 14-ാം തീയതി ഈ ഒരു പ്രോഗ്രാം ഒക്കെ തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ മാനസികമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് എന്നെ ഇതാക്കി എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞപ്പോ നിസ്സാരമായിട്ടാണ് ഞാൻ തള്ളിക്കളഞ്ഞെങ്കിൽ പോലും അത് വലിയൊരു ഹെൽത്ത് ഇഷ്യൂസിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പൊ എനിക്ക് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ആ ഫെബ്രുവരി 14-ാം തീയതി എനിക്ക് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റ് ഞാൻ ഒരിക്കലും ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചൊരു ഘട്ടം, ലീഡേഴ്സ് എന്ത് പറഞ്ഞാലും ഇനി ഇന്നോന്നൊരു വാക്ക് എന്റെ വായിൽ വരരുത്. യെസ് യെസ് യെസ്, ഇത് തന്നെയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ആ രീതിക്കാണ് പോയെങ്കിൽ പോലും എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് എനിക്ക് സ്വന്തം എന്റെ വീട്ടിലിരുന്നുകൊണ്ട് എന്റെ ആദ്യത്തെ ഒരു ഫിജി കാർഡിന്റെ മെഗാ പ്രോഗ്രാമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വന്തം പ്രയത്നം അല്ലെ, ഫിജി കാർഡ് എന്നുള്ള ജയിലിൽ നിന്ന് എനിക്ക് ഇനിയും നേടിയെടുത്ത് എന്റെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി തീർക്കാൻ പറ്റുന്നത് എന്റെ സ്വന്തം പ്രയത്നമാണ്. എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഷെയറിൽ ഞാൻ എന്റെ സ്വന്തം പ്രയത്നം എടുത്തെടുത്ത് പറയാണ്. അല്ലാതെ എനിക്ക് അച്ഛനോ സഹോദരങ്ങളോ മറ്റുള്ള ആളുകളോ എന്നെ സഹായിച്ചില്ല. എന്റെ സ്വന്തം പ്രയത്നത്തിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കി എന്റെ സ്വന്തം ഭവനത്തിന്റെ ഫോട്ടോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഇതിൽ കൂടുതലായിട്ട് എന്റെ അച്ചീവ്മെന്റ് ഒന്നും എനിക്ക് പറയാനില്ല. അതിനോടൊപ്പം എനിക്ക് ഇനി കുറച്ച് താങ്ക്സ് ആണ് ഇവിടെ പറയാനായിട്ടുള്ളത്. താങ്ക്സ് പറയാന്ന് പറയുമ്പോൾ അത് എന്റെ എന്താ പറയാ, എനിക്കിനി വാക്കുകളില്ല. കാരണം ഒരു വീണ് കിടക്കുന്നു, നമ്മൾ പറയില്ലേ വീഴ്ചയും നമ്മൾ പറയും വീഴ്ച എന്ന് പറഞ്ഞു, നമ്മൾ പരാജയത്തിൽ നിന്ന് വിജയിക്കുക എന്ന് പറഞ്ഞ പോലെ ഞാനൊരു സെയിൽസ്
എക്സിക്യൂട്ടീവായിട്ട് അല്ലെങ്കിൽ സെയിൽസ് ഓഫീസറായിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന ജുവല്ലറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വീഴ്ചയിലാണ് എനിക്ക് ഫിജിക്കായിട്ട് എൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം വീണ് നടുവിന് വലിയ പ്രശ്നമായിട്ട് എനിക്ക് എഴുന്നേറ്റിരിക്കാനോ നിൽക്കാനോ ഒന്ന് സ്വന്തമായിട്ട് ഒന്ന് ചെരിയാനോ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ വീണ് കിടക്കുന്ന സാഹചര്യത്തിലാണ് എനിക്ക് ഫിജിക്കാട്ടിൻ്റെ ഒരു സ്റ്റാറ്റസ് എൻ്റെ ഒരു ഫ്രണ്ടിൽ കാണുന്നത്. അപ്പൊ ആ ഫ്രണ്ട് വഴിയാണ് എനിക്ക് ഫിജിക്കാട്ടിലേക്ക് കയറി വന്നത്, എനിക്ക് ജോയിൻ ചെയ്തത്. ഇന്ന് ഞാൻ ആ ഒരു ഫ്രണ്ടിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു ഇടവേളയിൽ ഞാൻ എൻ്റെ ലീന എന്നുള്ള ആ ഫ്രണ്ടിനോട് എൻ്റെ സ്നേഹവും കടപ്പാടും നന്ദിയും രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിനോടൊപ്പം എനിക്ക് ഇപ്പൊ ഇതില് 4 ലീഡേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ അർച്ചന എന്നുള്ള മാഡം എൻ്റെ ഒരു ലീഡർ തന്നെയാണ്. ആ മാഡം കമ്പനിയുടെ 8ാമത്തെ റാങ്ക് DSDM ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മാഡത്തിനോടും മാഡത്തിൻ്റെതായ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, തളർന്നു പോയപ്പോൾ എനിക്ക് ഒരുപാട് കൈപിടിച്ചത് ആ മാഡം തന്നെയാണ്. അതുപോലെ നമുക്കറിയാം കമ്പനിയുടെ 10ാമത്തെ റാങ്കിൽ നിന്നും വർക്ക് ചെയ്യുന്ന, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 7am ഒക്കെ ചെയ്തിരുന്ന വിജി എന്നും പറയുന്ന ZSTM 10ാമത്തെ റാങ്കിലുള്ള വിജി മാഡം. അപ്പൊ ആ മാഡം അതുപോലെ തന്നെയാണ് എൻ്റെ എന്താണ് അപ്ലൈനായിട്ട് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 ലീഡേഴ്സിനെ ഞാൻ എപ്പോഴും റോൾ മോഡലായി കാണാറുണ്ട്. കാരണം അവരൊക്കെ ഞാൻ വന്ന കാലഘട്ടത്തിൽ കുഞ്ഞു റാങ്കിൽ നിന്നിരുന്ന ലീഡേഴ്സാണ്. എൻ്റെ കൺമുമ്പിൽ പറയില്ലേ, കുഞ്ഞു മക്കൾ വളർന്ന് വലുതായി എന്ന് പറഞ്ഞ പോലെ എൻ്റെ മുമ്പിൽ വളർന്ന് വലിയ വിജയ സോപാനത്തിൽ നിൽക്കുന്ന ലീഡേഴ്സാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യമുണ്ട്, നാളുകളിൽ എനിക്കും ഇതുപോലെ മാറാൻ കഴിയുമെന്നുള്ളത്. പിന്നെ ജിഷ്ണു സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ജിഷ്ണു സാറ്. അദ്ദേഹത്തിന്റെ പാഷനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു അല്ലെ, പാഷൻ, ഡെഡിക്കേഷൻ. അതുപോലെ സബിത മാഡം പറയേണ്ട ആവശ്യമേ ഇല്ല അല്ലെ, നമുക്ക് ഏതൊരു വ്യക്തിക്കും റോൾ മോഡലായി എടുക്കാവുന്ന ലീഡർ തന്നെയാണ് സബിത മാഡം. അപ്പൊ ഇദ്ദേഹം കൊണ്ടുവന്ന മറ്റു 2 ലീഡേഴ്സാണ് ഈ പറഞ്ഞ ജിഷ്ണു സാറും നമ്മുടെ വിജി മാഡം എന്നുള്ളത്. അപ്പൊ അതുപോലെ അർച്ചന മാഡം, ഇവർ 4 പേരും അല്ലെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതുപോലുള്ള ഒരേപോലെ കാര്യങ്ങൾ തന്നെയാണ് ഞാനും ഈ കുഞ്ഞു റാങ്കുകളിൽ ചെയ്തുകൊണ്ട് പോകുന്നത്. എൻ്റെ ടീമിനെയും ഞാനും വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് താങ്ക്സ് പറയേണ്ടത് എൻ്റെ ടീമിനോട് തന്നെയാണ്, അല്ലാതെ എനിക്ക് വേറെ ഒന്നിനുള്ള. എൻ്റെ ടീമിലെ ഓരോ പാർട്ടേഴ്സിനോടും ഞാൻ ഈ ഒരു എൻ്റെ വേളയിൽ ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കാരണം അവരില്ലെങ്കിൽ ഞാനില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രയ്ക്കും എൻ്റെ ഓരോ തളർച്ചയിലും വളർച്ചയിലും എൻ്റെ കൂടെ താങ്ങും തണലായിട്ട് നിന്നിട്ടുള്ളത് എൻ്റെ പാർട്ട്നേഴ്സ് തന്നെയാണ് പല ഘട്ടങ്ങളിലും. അപ്പൊ ഞാൻ അവരോട് എപ്പോഴും പറയുന്ന കാലഘട്ടം, നാളുകളിൽ നിങ്ങൾ ഇതുപോലെ വലിയ റാങ്കിലേക്ക് എത്തും, അതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ നിങ്ങൾ സ്വയം സെൽഫ് മോട്ടിവേഷൻ വേണം അല്ലെ, സെൽഫ് കോൺഫിഡന്റ് വേണം. സെൽഫ് മോട്ടിവേഷൻ അല്ല, അതിനോടൊപ്പം തന്നെ സെൽഫ് കോൺഫിഡന്റ് വേണം എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ആ ഒരു സെൽഫ് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ആവാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതോടുകൂടി ഞാൻ സ്ലൈഡ് വിടാൻ ഞാൻ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ എന്നെ ഈ സ്ലൈഡ് പ്രസന്റേഷൻ കേട്ടപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. കാരണം സാധാരണ വീട്ടമ്മയിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഷീന എന്നുള്ള വ്യക്തി. ഇപ്പോഴാണ് നിങ്ങളുടെയൊക്കെ മുഖങ്ങൾ കാണുമ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഏതോ ലോകത്ത് നിന്ന് പറയുന്ന പോലെ, എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ എൻ്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നു ഈ മുഖങ്ങളെല്ലാം. പക്ഷെ നമുക്ക് അല്ലെ, നമുക്ക് ഉൾക്കൊണ്ട് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ തന്നെ മറന്നുകൊണ്ടുള്ള ഒരു ഇതാണ്. എന്ന് വെച്ചാൽ ഓപ്പൺ മൈൻഡിലുള്ള ഒരു ടോക്കിംഗ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്നുള്ള, ഇവിടെ പ്രായത്തിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാന്ന് ഞാൻ പറയും. നിങ്ങളുടെ സെൽഫായിട്ട് മോട്ടിവേഷൻ ആവുക, നിങ്ങൾ സ്വയം പര്യാപ്തരാവുക. കൊണ്ടുവന്ന വ്യക്തികളെ നിങ്ങൾ ഒരിക്കലും കൈവിടരുത്. ഞാൻ ചെയ്ത ഏറ്റവും വലിയ എൻ്റെ ഒരു പുണ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു ഞാനായിട്ട് ഒരു പാർട്ട്നേഴ്സിനെ ഞാൻ തള്ളി കളയുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കൂടെ നിർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് വളർന്ന് വലുതാവും അല്ലെ, ഓരോരുത്തരും സാഹചര്യങ്ങൾ കൊണ്ട് പെട്ടെന്നായിരിക്കും വളർന്നു വരുന്നത്. അവർക്കത് വളരെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് പല റാങ്കുകളിലേക്ക് എത്തും. പക്ഷെ അതിനുശേഷം അവർ സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, അവരോട് എങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഒരു ലീഡർ പറയണ മാഡത്തിന്റെ റാങ്ക് എന്താണെന്ന് അറിയോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി പിന്നെ അവരോട് വാ തുറക്കില്ല. കാരണം എന്താ അറിയോ, അവർക്ക് സ്വയം ഒരു കുറ്റബോധം തോന്നുന്നു. അയ്യോ എങ്ങനെ ചോദിക്കുക, ലീഡേഴ്സ് എന്തെങ്കിലും അവരെന്തെങ്കിലും വിചാരിക്കുകയോ, അങ്ങനെ ഒരിക്കലും ആവരുത്. ഇപ്പൊ ഞാൻ കമ്പനിയുടെ റീജിയണൽ മാർക്കറ്റിംഗിലെ അജയ് സാർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്, ഇപ്പൊ ഒരു ZSTM എന്നുള്ള റാങ്കിലുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ആ റാങ്ക് കൊണ്ട് 10ആണ്, പക്ഷെ ആ മാഡത്തിന്
എന്താണ് DSMന്റെ വരുമാനമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ DSM എന്നുള്ള റാങ്കിൽ നിന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്ത് പര്യാപ്തതയിലേക്ക് വരിക. ഇപ്പൊ DSM റാങ്ക് ആണെന്നുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 4ാമത്തെ അല്ലെ STM റാങ്കിന്റെ വരുമാനമാണെന്ന് വെച്ചാൽ ആ ലെവലിൽ ചെയ്യുക. ഒരു SM ആണ് നിങ്ങളെന്നെങ്കിൽ നിങ്ങൾക്കൊരു SRന്റെ വരുമാനമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ SR എന്തൊക്കെ ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക. അവിടെയാണ് നമ്മുടെ നമ്മളിവിടെ റാങ്കിനെ വലിയ കൊട്ടയിൽ കയറ്റി വെച്ചുകൊണ്ടിരിക്കാൻ ഒരിക്കലും നിൽക്കരുത്. റാങ്ക് ഒരു അലങ്കാരമല്ല, അത് ഉത്തരവാദിത്വം തന്നെയാണെന്നുള്ളത് ഞാൻ ഇവിടെ ഈ ഒരു ഇടവേളയിൽ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അങ്ങനെയുള്ള പല പാർട്ട്നേഴ്സും ഇപ്പോഴും മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ആവരുത്. കൊണ്ടുവന്ന വ്യക്തികളെ കൈപിടിക്കുക, അവർക്കൊരു വഴികാട്ടിയാവുക. ഇതിൽ പോലൊരു കൺസെപ്റ്റ് വേറെ ഇല്ല അല്ലെ? നമുക്ക് ഇതുപോലൊരു കൺസെപ്റ്റ് വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്റെ സ്വന്തം ഭവനത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിപ്പോ ചെയ്യുന്നത്. എന്റെ ഗ്രേറ്റ് ലീഡറായ സവിത മാഡം, ജിഷ്ണു സാറ്, അതുപോലെ മറ്റുള്ള ലീഡേഴ്സൊക്കെ അടുത്ത ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അറിയാലോ, സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ കഴിയാത്ത നല്ല മനഃപൂർവ്വമുള്ള അങ്ങനെയൊക്കെയുള്ള അനുഭവം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു മോട്ടിവേഷൻ സ്പീച്ച് എന്നുള്ളത്. നിങ്ങൾക്ക് അത് എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. നമുക്കത് പറയാനേ പറ്റുള്ളൂ അല്ലെ? നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലാൻ കഴിയുമ്പോൾ പറയുന്ന കാര്യമുണ്ട്, എന്താണ് അല്ലെ? ഇതൊക്കെയാണ് കമ്പനിയുടെ പ്ലാൻ, ജോയിൻ ചെയ്യേണ്ടത്, തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇത് 20ാമത്തെ സീരിയസ് സെഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് മുതൽ പല സെഷനും ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ടുണ്ട്. ഒരു കാതിലൂടെ വാങ്ങിച്ച് ഒരു കാതിലൂടെ വിട്ട പോവുക ചെയ്യും. പക്ഷെ തീരുമാനം നിങ്ങളുടേതാണ്. വിജയിക്കണോ തോൽക്കണോ, മറ്റുള്ള ലീഡേഴ്സിനെ പോലെ മാറണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ഓരോരുത്തരും വ്യക്തമായി ചിന്തിക്കുക. നിങ്ങളാണ് നിങ്ങളെ നിലനിർത്തുന്നതും അല്ലെ ചിന്തിപ്പിക്കുന്നതും ഒരുക്കുന്നതും നിങ്ങൾ തന്നെയാണ്. ഫിജിക്കാട്ടിൽ മാറി നിന്നുകൊണ്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് ബോച്ച പറഞ്ഞ പോലെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്താൽ തരുന്നു പറഞ്ഞാൽ തന്നിരിക്കും എന്നുള്ളതാണ്. അതിന് ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അതൊന്ന് ക്ഷമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഷീന, DSM, fijicat.com. താങ്ക് യു ഹേമ മാഡം. താങ്ക് യു ഓൾ.